Ladies and gentlemen, welcome to Shamsi for Tech. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ നത്തിങ് എന്ന് പറയുന്ന കാൽപി അണ്ണൻ്റെ ഒരു TWS ഹെഡ്സെറ്റ് റിവ്യൂ ഞാൻ ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അപ്പോൾ ഏതാണ് ഇന്ന് പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ CMFൻ്റെ ബഡ്സ് പ്രോ ആണ് ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ വീണ്ടും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ അധികം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് CMF ബഡ്സിൻ്റെ ഡിസൈൻ കാണുന്നുണ്ട്. ഡിസൈൻ വളരെ യൂണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇത് റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഡിസൈനാണ്. ഇതുവരെയായിട്ട് ഞാൻ മറ്റുള്ള കമ്പനികളൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്ക്വയർ ഷേപ്പ്, ഓവൽ ഷേപ്പ് അതേപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ബഡ്സിൽ കണ്ടത്. പക്ഷേ എനിക്കിതൊരു റൗണ്ട് ഷേപ്പായിട്ട് ഫീൽ ചെയ്തു. വളരെ യൂണീക്ക് ആയിട്ടുള്ളൊരു ഷേപ്പാണ്. പിന്നെ ഇത് കാണുമ്പോൾ തന്നെ പെണ്ണുങ്ങളെ മേക്കപ്പ് ബോക്സിൻ്റെ ഒക്കെ ഒരു ഫീലിംഗ് ഇതിനുണ്ട്. ഞാൻ സത്യത്തിൽ വിചാരിച്ചു ഇതൊരു മേക്കപ്പ് ബോക്സ് ആണെന്ന് വിചാരിച്ചു, പക്ഷേ എന്നാൽ തെറ്റിച്ചു. ഇതൊരു ബഡ്സാണ്. ആക്ച്വലി ജനറലി പറയാൻ ഭയങ്കര യൂണീക്കായിട്ടുള്ള ഒരു ഡിസൈനും കൂടെയാണ്. പിന്നെ കളറിൻ്റെ ഒരു കാര്യത്തിൽ വരുമ്പോൾ ഇതും ലേഡീസ് കളറാണെന്നൊക്കെ ജനറലി എല്ലാവരും പറയുന്നുണ്ടെങ്കിലും എനിക്ക് ഇതൊരു പ്രീമിയം കളറായിട്ടാണ് ഫീൽ ചെയ്തത്. ഓറഞ്ച് കളറ്. ഇത് ഇവരുടെ ഈ CMF ബഡ്സിൻ്റെ ഒരു പ്രീമിയം കളറായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ 3 കളറാണ് വരുന്നത്. ബ്ലാക്ക്, പിന്നെ ഒരു വൈറ്റ്, പിന്നെ ഈ ഓറഞ്ച്. ഈ ഓറഞ്ച് എനിക്ക് ശരിക്കും ഇതൊരു സിഗ്നേച്ചർ കളറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഓറഞ്ച് എടുത്തത്. CMF ബഡ്സ് പ്രോയിൽ 6 മൈക്കാണ് വരുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് CMF ബഡ്സ് പ്രോൻ്റെ സൗണ്ട് ക്വാളിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ താൽക്കാലികം ഒരു ഇംഗ്ലീഷ് പാട്ട് ഇപ്പം ഞാനിപ്പോൾ പ്ലേ ചെയ്യണം. ഓക്കെ, ഞാനിവിടെ ജീനിയസ് എന്ന് പറഞ്ഞ പാട്ടാണ് ഇപ്പോൾ പ്ലേ ചെയ്യണത്. സൗണ്ടൊക്കെ നല്ല റിച്ച്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യത്തിന് ബാസൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ്, സൗണ്ട് ക്വാളിറ്റി അത്യാവശ്യത്തിന് റിച്ച്നെസ് ഒക്കെ ഉണ്ട്. നമ്മളൊരു 70% ഒക്കെ ഇടുമ്പോഴായിരിക്കും റിച്ച്നെസ് കൂടാ. ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ കോളിങ്ങിൻ്റെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ക്ലിയർ ഉണ്ട് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വരുമ്പോൾ. ഇതിൻ്റെ പ്രൈസ് അവർ ഇട്ടിരിക്കുന്നത് 179 ആണ്. നമ്മൾ മറ്റുള്ള ഒരു ഹെഡ്സെറ്റിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടെ ബെറ്റർ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഫീൽ ചെയ്ത്. ഞാനിതൊരു ഒരിക്കലും ഓവർ ഹൈറ്റ്നെസ് ഇതിലേക്ക് ഞാൻ കൊടുക്കാൻ നിൽക്കണില്ല, പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ ഈ ഒരു ഹെഡ്സെറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞത്. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ നത്തിങ് എക്സിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷന്, ട്രാൻസ്പാരൻസി മോഡ് ഇതൊക്കെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോണത്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഞാനതാ നമ്മുടെ എക്സോ ഓപ്പൺ ചെയ്യുന്നു. നത്തിങ് എക്സോ ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ ഓൾറെഡി സെറ്റിങ്ങൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ താൽക്കാലിക സെറ്റിങ്ങൊക്കെ ഓണാക്കുകയാണ്. ഇപ്പോൾ ബഡ്സ് പ്രോ കാണിക്കുന്നു. ഇപ്പോൾ ഇതാണ് അതിൻ്റെ യൂസർ ഇൻ്റർഫേസ്. ഇനി നമുക്ക് ഈക്വലൈസറിലേക്ക് കിടക്കാം ആദ്യം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ മോർ ബാസാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഓൾറെഡി അത് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കസ്റ്റമൈസ് വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമാണ്. ഇനി നമ്മൾ കൺട്രോൾസിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഗസ്റ്റേഴ്സ് ഉണ്ട്. അതായത് ലെഫ്റ്റ് വേണോ റൈറ്റ് വേണോ എന്നുണ്ടെങ്കിൽ നമുക്കത് അതിനനുസരിച്ച് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചോദിക്കും റൈറ്റ് വേണോ അതോ ലെഫ്റ്റ് വേണോ എന്ന്. അത് നമ്മളെ ഇഷ്ടമാണ്.
ഇപ്പോൾ ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിപ്പ് ഫോർവേഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഓൾറെഡി കുറേ ആൾക്കാർ കാണിച്ചു തന്നിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കിത് ഈ ഒരു ആപ്ലിക്കേഷൻ മുഖേന കാണിക്കണം. നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്കും ബെനിഫിറ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാ ഇഷ്ടമുള്ള വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി ടാപ്പ് ആൻഡ് ഹോൾഡ് ഉണ്ട്, അവിടെ നമുക്ക് ട്രാൻസ്പാരൻസി മോഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഡബിൾ ടാപ്പ് ആൻഡ് ഹോൾഡ് നമുക്ക് വോളിയം കൂട്ടണമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ കുറക്കണമെങ്കിൽ കുറക്കാം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഇനി നോയ്സ് ക്യാൻസലേഷൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ട്രാൻസ്പാരൻസി മോഡാണ്. നമുക്ക് പുറത്തുള്ള എല്ലാ ആംബിയൻ സൗണ്ട്സും ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും ഈ ട്രാൻസ്പാരൻസി മോഡിൽ. ഇനി നോയ്സ് ക്യാൻസലേഷൻസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഇവിടെ 3 ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ലോ ഉണ്ട്, പിന്നെ നമുക്കത് മിഡ് ചെയ്യാം. മിഡ് ചെയ്താൽ കുറച്ചും കൂടെ നോയ്സ് ക്യാൻസലേഷന് കുറച്ചും കൂടെ പവർ കിട്ടും. ഹൈ ഇട്ട് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 70% നോയ്സ് ക്യാൻസലേഷൻ കവർ ചെയ്യും. ഈ നോയ്സ് ക്യാൻസലേഷൻ ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ് ഇതിൽ പറയാണ്, നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ നമ്മൾ നോയ്സ് ക്യാൻസലേഷൻ ചെയ്യുകയാണെങ്കിൽ, എസ്പെഷ്യലി നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് സിനിമ കാണാം, അവിടെ നോയ്സ് ക്യാൻസലേഷനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സ്റ്റേഷനൊക്കെ തെറ്റിപ്പോവാൻ വളരെ സാധ്യതയുണ്ട്. അതിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ നിങ്ങൾക്ക് നോയ്സ് ക്യാൻസലേഷൻ ഒരു നല്ലൊരു സിറ്റുവേഷനുള്ള സ്ഥലം, നമ്മളിപ്പോൾ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു പ്ലെയിനിലൊക്കെ യാത്ര ചെയ്യണ സമയത്ത് നമുക്ക് പ്ലെയിനിൻ്റെ എൻജിൻ്റെ ശബ്ദം അധികം കേൾക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിടുന്നത് നല്ലൊരു കാര്യമാണ്. മെട്രോയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നോയ്സ് ക്യാൻസലേഷൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ ഓൺ ആക്കിയിടാറില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ്, നത്തിങ്ങിൻ്റെ യൂസർ ഇൻ്റർഫേസ്. നത്തിങ് എക്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ യൂസർ ഇൻ്റർഫേസാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. CMF ബഡ്സ് പ്രോൻ്റെ റിവ്യൂ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി സൂപ്പർബ് ബിൽഡ് ക്വാളിറ്റിയാണ്. ആ റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ പോലും അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി അബ്സല്യൂട്ട്ലി അമേസിങ് എന്ന് വേണമെങ്കിൽ പറയാം. മാഗ്നറ്റൊക്കെ ഭയങ്കര ബിൽഡ് ക്വാളിറ്റി കൂടിയ മാഗ്നറ്റാണ്. ഞാൻ കുറേ കാര്യം കുലുക്കിയൊക്കെ അടുത്ത ഹെഡ്സെറ്റ് വീണെങ്കിൽ പോലും വലത്തത് വീഴാത്ത എന്തോ ഒരു ഭാഗ്യം. പക്ഷെ ബെഡ് പോലെ ട്രൈ ചെയ്ത്, പക്ഷെ ആ ട്രയൽ നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്നുള്ളത്. പിന്നെ നോയ്സ് ക്യാൻസലേഷൻ, ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ പൂലിയാണ്. ഞാൻ ഈവൻ മിഡിൽ ഓഫ് ദ റോഡിൽ വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തിരുന്നു. അബ്സല്യൂട്ട്ലി അമേസിങ് ആണ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. പിന്നെ ട്രാൻസ്പാരൻസി മോഡാണ് ഞാൻ അധികം ഉപയോഗിക്കാറ്, അത് വേറൊരു കാര്യം. പക്ഷെ ട്രാൻസ്പാരൻസി മോഡും ദാറ്റ്സ് ആൻ അബ്സല്യൂട്ട്ലി ക്ലാസ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ്റെ റിസൾട്ട് എനിക്ക് നല്ലൊരു ഫീലിംഗ് ആണ് കിട്ടിയത്. എനിക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 70%ഓളം എനിക്ക് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. കിട്ടിയ അന്ന് മുതൽ ഞാൻ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. മെട്രോയിൽ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്തു, അതേപോലെ നമ്മളെ മെയിൻ റോഡിലൊക്കെ വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തു. വാഫി സെൻറ്ററിലേക്ക് കടക്കുന്ന ആ മെയിൻ റോഡിലൊക്കെ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ട്രൈ ചെയ്തു. ഞാൻ ഹൈ മോഡിലും ലോയിലും മിഡിലും ഒക്കെ ഞാൻ ട്രൈ ചെയ്തു. എനിക്കൊരു പെർഫെക്റ്റ് റിസൾട്ടാണ് കിട്ടിയത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ എന്താ പറയേണ്ടത്, നല്ലൊരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആണ് എനിക്ക് തോന്നിയത്. ഏതായാലും നമുക്കിതിൻ്റെ ഓവറോൾ സ്പെക്കിലേക്ക് നമുക്ക് കടക്കാം. ഇതിൻ്റെ ബാറ്ററി ലൈഫ് എനിക്ക് കിട്ടുന്നത് 39 മണിക്കൂർ ബാറ്ററി ലൈഫും 45 ഡെസിബെൽസും ആണ്. പിന്നെ 11 മണിക്കൂർ വിത്ത് കേസിംഗ് ആണ് എനിക്ക് കിട്ടുന്നത്. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് 6.5 മണിക്കൂറാണ് എനിക്ക് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഓവറോൾ സ്പെക്ക് പറയാനുള്ളത്. പിന്നെ ഇത് ഫാസ്റ്റ് ചാർജറാണ്. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇത് വേഗം ഫുൾ ചാർജ് ആവും. പിന്നെ ഏറ്റവും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കേസാണ്. ഈ കേസ് ഭയങ്കര യൂണീക്കാണ്. CMF ബഡ്സ് പ്രോ ഞാൻ എപ്പോഴും എൻ്റെ ഡെയിലി ഡ്രൈവറായിട്ടാണ് യൂസ് ചെയ്യാറ്. എൻ്റെ ഡെയിലി ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് പാട്ടൊക്കെ കേൾക്കുന്ന ആളാണ്, സിനിമ ഒക്കെ കാണുന്ന ഒരാളാണ്. പിന്നെ അധികം സൈക്കിൾമേലാണ് യാത്ര, അതായത് വീട്ടിൽ നിന്ന് മെട്രോക്ക് ഡ്യൂട്ടിക്കൊക്കെ പോലെ അങ്ങനെയാണ്. അപ്പോൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ പോര്. അപ്പോൾ ഞാൻ എടുത്ത് ചാട്ടൊക്കെ ഭയങ്കര കൂടുതലാണ്. സൈക്കിളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഈ മൗണ്ടൻ ബൈക്കൊക്കെ പോലെ ഇങ്ങനെ ചാടും. പക്ഷേ ഹെഡ്സെറ്റ് ഒന്നും വീണിട്ടില്ല, അതൊരു വലിയൊരു കാര്യമാണ്. പിന്നെ എൻ്റെ ചെവിയിലൊക്കെ ഇത് ഭയങ്കര പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണ്. ഇതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം.
എൻ്റെ ഈ CMF ബഡ്സ് പ്രോൻ്റെ പേഴ്സണൽ റിവ്യൂ ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇതൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഞാൻ ഈ CMF ബഡ്സ് വെച്ചിട്ടാണ് ഈ ഒരു അറ്റംപ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതിൽ ഒരുപാട് പാളിച്ചകൾ ഉണ്ടാവും. ആ പാളിച്ചകളൊക്കെ നിങ്ങൾ എനിക്ക് ക്ഷമിക്കുക. അതിൻ്റെ അടുത്ത ഒരു പുതിയൊരു പ്രൊഡക്റ്റ് വരുന്നതാണ്, അതും ഞാൻ റിവ്യൂ ചെയ്യും. അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക. അതുവരെക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.